വഖഫ് അള്ളാഹുവിൻ്റെ ധനമെന്ന് എൻ്റെ വാക്കുകളല്ല, പാളയം ഇമാം KCBCയുടെ നിലപാടിനെ തള്ളിക്കൊണ്ട് പറഞ്ഞ വാക്കുകളാണ്. അങ്ങനെയാണെങ്കിൽ സൗദി അറേബ്യയിൽ എന്താ വഖഫില്ലാത്ത? മക്ക, മദീന ഇതൊന്നും വഖഫല്ല. അതൊക്കെ അവിടുത്തെ സർക്കാരിൻ്റെയാ. മറ്റ് മുസ്ലിം രാജ്യങ്ങൾ, എത്ര മുസ്ലിം രാജ്യങ്ങളിൽ വഖഫുണ്ട്? അവിടെ ഒന്നും അല്ലാഹു ഇല്ലേ? ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമാണോ അല്ലാഹു ഉള്ളത്? ചുമ്മാ പൊട്ടത്തരം പറയാന്ന്. കണ്ടവൻ്റെ ഭൂമിയിൽ കയറാനുള്ള ഒരു എക്സ്ക്യൂസാണ് വഖഫ്, അതല്ലാതെ വേറെ ഒന്നുമില്ല. ഈ വഖഫ് സംരക്ഷണ സമിതിയാണല്ലോ കേരളത്തിൽ, അവരുടെ യുദ്ധം അവരാദ്യം തുടങ്ങുന്നത് മുസ്ലിങ്ങളുമായിട്ടാണ്. മുസ്ലിങ്ങളിലെ വമ്പൻ പണക്കാർ വഖഫ് ഭൂമി കൈവശം വെച്ച് അതിൽ നിന്നുള്ള ആദായം എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതായിരുന്നു അവരുടെ വാദം. അതൊന്നും രണ്ടുമല്ല, 2 ലക്ഷം ഏക്കർ കേരളത്തിൽ വഖഫ് ഭൂമി മുസ്ലിങ്ങൾ കയറിയിട്ടുണ്ട്. അതിൽ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളും വളരെ കുറവായിരിക്കും. 2 ലക്ഷം ഏക്കർ എവിടെ നിൽക്കുന്നു? മുനമ്പത്തുള്ള 414 ഏക്കർ, അതിൽ 300 ഏക്കർ കടൽ പോയി, ബാക്കി 114 140 ഏക്കറാണ് ഉള്ളത്. ഇപ്പോൾ 2 ലക്ഷം ഏക്കറിൽ മുനമ്പം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവം മാത്രമാണ്. ബാക്കി ഒക്കെ എവിടെ കിടക്കുന്നു, ആരുടെയൊക്കെ എവിടെ കിടക്കുന്നു ആർക്കും അറിയില്ല. MESൻ്റെ പ്രസിഡൻറ്റ് ഡോക്ടർ ഫസൽ ഗഫൂർ തുറന്നു പറഞ്ഞല്ലോ, 150 ഏക്കർ അദ്ദേഹത്തിൻ്റെ ഉപ്പുപ്പ വഖഫ് ചെയ്തിട്ട് ഇപ്പോൾ കാണുന്നില്ല. കോഴിക്കോടാണെന്നറിയാം, ഇവിടെ ആരുടെ കയ്യിൽ പോയി? ഇതൊക്കെയാണ് ഈ ഇമാം അന്വേഷിക്കേണ്ടത്. അല്ലാതെ പാവപ്പെട്ട മനുഷ്യരെ കുടിയിറക്കി വിടുകയല്ല ചെയ്യേണ്ടത്. ആ ഡീഡ്, സത്താർ സേട്ടുവിൻ്റെ ഡീഡ് വായിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം, വഖഫ് ഭൂമി ആണെന്നും അല്ലെന്നും ഒക്കെ പറയാം. അപ്പോൾ അത് അവരോട് ചെയ്യുന്നൊരു മഹാപാതകമാണ്, മുനമ്പങ്കാരോട് ചെയ്യുന്നത്. ഒരു ദുർവ്യാഖ്യാനം നടത്തി ആ ഭൂമി വഖഫാണെന്ന് പറയുക. വാസ്തവത്തിൽ വഖഫ് ആക്ട് തന്നെ റദ്ദാക്കേണ്ട സമയം കഴിഞ്ഞു. 1954 പാസ്സാക്കിയ നിയമമാണ്. പിന്നെ അത് ഇന്ദിരാഗാന്ധി അതിൽ കുറച്ച് ഭേദഗതി വരുത്തി ഒന്ന് ടൈറ്റാക്കി. 95 നരസിംഹറാവു കംപ്ലീറ്റ് ആക്ട് റീഡ്രാഫ്റ്റ് ചെയ്തിട്ട് പുതിയ ആക്ട് കൊണ്ടുവന്നു. 2012 അതിൽ ക്രിമിനൽ കുറ്റമൊക്കെ ചുമത്തി. വഖഫ് ഭൂമി ഇതിൽ നമ്മൾ താമസിച്ചാൽ ആ താമസിച്ച കാലത്തെ കുറ്റം പരിഗണിച്ചിട്ട് നമ്മളെ 3 കൊല്ലം ജയിലിലിടുക, അങ്ങനെ എന്തൊക്കെ തീരുമാനിച്ചു. അതിനെ തുടർന്ന് ഒരു പോസ്റ്റ്മാനെയും പോസ്റ്റ് ഓഫീസിലെ ഒരു ജീവനക്കാരിക്കെതിരെ കേസുണ്ടായിരുന്നു കോഴിക്കോട്, വഖഫ് ഭൂമി കയ്യേറിയുന്നു. അതിന് സംഭവം എന്താണെന്ന് വെച്ചാൽ, പോസ്റ്റ് ഓഫീസിനൊരു സ്ഥലം വേണമല്ലോ. അപ്പോൾ അവർ വാടകയ്ക്ക് സ്ഥലം അന്വേഷിച്ചു, മുറി കിട്ടി. പോസ്റ്റ് ഓഫീസ് അവിടെ നടന്നുകൊണ്ടിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ മുറിയുടെ ഉടമസ്ഥൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നും മാറിത്തരാമോ? എൻ്റെ തന്നെ ബിൽഡിംഗ് ഉണ്ട് അടുത്ത്, നിങ്ങൾ അങ്ങോട്ട് മാറിയാൽ എനിക്ക് സൗകര്യമായിരുന്നു. അപ്പോൾ അവർ കേന്ദ്ര സർക്കാരിൻ്റെ ആണല്ലോ. അവർ പറഞ്ഞു ശരി മാറാം. അവരവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി പ്രശ്നമുണ്ട്. ഒരു ഗ്രില്ല് കൂടെ ഇടണം, അല്ലെങ്കിൽ ചുമ്മാ ആൾക്കാരിങ്ങനെ കയറി വരും. അപ്പോൾ അവിടെ ഒരു ഗ്രില്ലിട്ട് കൊടുക്കണം. അത് ചെയ്യിക്കാം എന്ന് പറഞ്ഞു. ചെയ്യിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ ചെയ്തില്ല. നീണ്ടുപോയി. പോസ്റ്റ് ഓഫീസ് അവിടെ നടക്കുന്നു. ഇടയ്ക്ക് ഇവർക്ക് എവിക്ഷൻ നോട്ടീസ് വന്നു, നിങ്ങൾ ഇറങ്ങിത്തരണം, ഇത് വഖഫ് ഭൂമിയാണ്. അവർ പറഞ്ഞു ആരുടെ ഭൂമിയാണെങ്കിലും ശരി, ഞങ്ങൾ വാടക കൊടുത്ത് കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനം ഇവിടെ നടത്തുകയാണ്, പോസ്റ്റ് ഓഫീസാണ്, ജനങ്ങൾക്ക് വേണ്ട സാധനമാണ്, ഞങ്ങൾക്കിതിൽ അവകാശമൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ വാടക കൊടുക്കുന്നു. ഉടമസ്ഥനുമായിട്ട് വല്ല തർക്കമുണ്ട് നിങ്ങൾ വേറെ തീർക്കാൻ, എൻ്റെ പേര് ഞങ്ങളെ ഇറക്കി വിടുന്നു എന്തിനാണ്? ഉടമസ്ഥൻ നിങ്ങളായാലും ഞങ്ങൾക്ക് വിരോധമില്ല, മറ്റേ ആളായാലും വിരോധമില്ല. നിങ്ങൾ കോടതിയിൽ ആരാണ് ഉടമസ്ഥനെന്ന് തീരുമാനിക്കുക, അയാൾക്ക് ഞങ്ങൾ വാടക കൊടുക്കും, ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ അല്ലേ ഈ സ്ഥലം, 7 ദിവസത്തിനകം ഇറങ്ങിത്തരണം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമാക്കി, കേസാക്കി, പോലീസ് കേസാക്കി. വഖഫ് ഭൂമിയിൽ അനധികൃതമായിട്ട് കയറി താമസിച്ചു, ഓക്കുപ്പേ ചെയ്തിട്ട് പോസ്റ്റ് ഓഫീസ് നടത്തി എന്ന് പറഞ്ഞു. പോസ്റ്റ് മാസ്റ്ററുടെ പേരിൽ കേസ്, ക്രിമിനൽ കേസ്, അത് വകുപ്പിലുണ്ട്, വഖഫ് ആക്ടിൻ്റെ. അദ്ദേഹം പിന്നെ കേന്ദ്ര സർക്കാർ അവരെ പിന്തുണയ്ക്കാനുള്ളത് കൊണ്ട് കേന്ദ്ര സർക്കാർ വക്കീലിനെ വെച്ച് ഹൈക്കോടതിയിൽ വന്നിട്ട് അവർക്കെതിരെയുള്ള കേസ് ക്വാഷ് ചെയ്തു. അതാണ് വഖഫ് ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന് പറഞ്ഞ ഇടയ്ക്കൊരു വാർത്ത വന്നില്ലേ, ഇവരുടെ കേസിലാണ്.
എന്ന് വെച്ചാൽ ഈ ഇങ്ങനെ താമസിച്ചവരെ അല്ലെങ്കിൽ ഓക്കുപ്പൈ ചെയ്തവരെ ശിക്ഷിക്കാനുള്ള അമെൻമെൻറ്റ് വന്നു 2012. ബട്ട് ഇവർ അതിന് മുമ്പ് തന്നെ പോസ്റ്റ് ഓഫീസ് അവിടെ നടത്തിയിരുന്നു. അതുകൊണ്ട് 2012 നിയമം ഇവർക്ക് ബാധകമില്ല എന്ന് പറഞ്ഞ് കോടതി വരെ രക്ഷിച്ചെടുക്കുകയായിരുന്നു. 2012 ശേഷമാണ് അവിടെ പോസ്റ്റ് ഓഫീസ് നടത്തിയിരുന്നെങ്കിൽ ഈ പോസ്റ്റ് മാസ്റ്റർ നാരായണനും അയാളുടെ സ്റ്റാഫ് മാധവിയും ജയിലിൽ പോയാൽ. ഈ വഖഫിനെയാണ് ഈ ഇമാം പിന്തുണയ്ക്കുന്നത്. ഇതെന്തൊരു ക്രൂരതയാണ്, എന്ത് പരിപാടിയാണ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഫ് യു ഹാവ് റീസൺ ടു ബിലീവ് ദാറ്റ് ഈസ് വഖഫ് പ്രോപ്പർട്ടി യു ക്യാൻ ഡിക്ലെയർ ഇറ്റ്. റീസൺ ടു ബിലീവ്. നല്ലൊരു പറമ്പ് കണ്ടു, ബബിതയുടെ പറമ്പ്, തെങ്ങും ഒക്കെ നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പിന്നെ വഖഫാക്കാൻ പറ്റിയ പറമ്പാണ്, ഞാനങ്ങ് ഡിക്ലെയർ ചെയ്യും വഖഫ്. ഞാൻ അല്ല എന്ന് പറഞ്ഞ് ബബിത തെളിയിക്കണം. ആണെന്ന് പറയുന്നത് ഞാൻ ആണെന്ന് പറഞ്ഞാൽ മാത്രം മതി. എൻ്റെ ആണ് എന്ന് ബബിത തെളിയിച്ചോളണം. ഞാൻ വേറെ ഒന്നും ചെയ്യണ്ട. എൻ്റെ ബാധ്യത ഈ പ്രഖ്യാപനത്തോടെ കഴിഞ്ഞു. മാത്രമല്ല ബബിത അവിടെ കയ്യേറ്റക്കാരിയാകും. ഞാൻ എവിക്ഷൻ നോട്ടീസ് അയക്കും. ബബിതയ്ക്കെതിരെ ക്രിമിനൽ കേസും വരും. അനധികൃതമായിട്ട് വഖഫ് ഭൂമിയിൽ താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. ഈ സാധനങ്ങളെ ഞാൻ ഒന്നിന് പിന്നാലെ ഒന്ന് പ്രഖ്യാപനം വന്നു, അതിൻ്റെ പിന്നാലെ എവിക്ഷൻ നോട്ടീസ് വന്നു, പിന്നെ കോടതിയിൽ നിന്ന് സമൻസ് വന്നു. ബബിത എന്ത് ചെയ്യും? ബബിത ട്രിബ്യൂണലിൽ പോകണം. ട്രിബ്യൂണലിരിക്കുന്ന ആരാ? എൻ്റെ അമ്മാവനും അളിയനുമാണ് ട്രിബ്യൂണലിരിക്കുന്നത്. അവർ ബബിതയ്ക്ക് ബബിതയുടെ കേസ് അല്ലേ അടുത്ത 31-ാം തീയതിക്ക് പോസ്റ്റ് ചെയ്യാം. അതിനിടയ്ക്ക് സാർ കോടതിയിൽ നിന്ന് സമൻസ് വന്നിരിക്കുന്നതാണ്. അല്ല, കോടതിയിലെ സമൻസ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഞങ്ങളിത് വഖഫ് ഭൂമിയാണോ എന്ന് നിങ്ങളുടെ രേഖ ഇപ്പോൾ തന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾ പരിശോധിച്ചിട്ട് അതിന് ഇത് ചെയ്യാം. അല്ലെ എനിക്ക് എവിക്ഷൻ നോട്ടീസ് വന്നിരിക്കുന്നു, അതൊക്കെ നിയമ നടപടിയല്ലേ, അതിലിപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ ഫൈറ്റ് ചെയ്തോളാം, ഞങ്ങളാകെ ഇതേ ചെയ്യുള്ളൂ. വഴിയാധാരമാകും ബബിത. ഇതാണ് മുനമ്പത്തുകാരോട് ചെയ്യുന്നത്. ടാക്സ് എടുക്കില്ല. ഇപ്പം അവർ മുനമ്പത്തെ കുടിയിറക്കില്ല എന്ന് പറഞ്ഞാൽ പോരല്ലോ, ആ ഭൂമിയിൽ റവന്യൂ അവകാശം വേണ്ടേ? ഇതെന്ത് പരിപാടി? കുടിയിറക്കില്ല എന്ന് പറയുന്നത്. ആ ഭൂമി അവരുടെ ആണെന്നുള്ളതിന് തണ്ടപ്പേര് അവരുടെ പേരിലായിരിക്കണം, ടാക്സ് അടയ്ക്കുന്നവരുടെ പേരിലായിരിക്കണം, അവർക്ക് ആ ഭൂമി കൈമാറ്റം ചെയ്യാനുള്ള അവകാശം ഉണ്ടാവണം, ആ ഭൂമി ബാങ്കിൽ പണയം വയ്ക്കാനുള്ള അവകാശം ഉണ്ടാകണം, എല്ലാ റവന്യൂ അവകാശങ്ങളും അവർക്ക് കിട്ടണം. അപ്പോഴല്ലേ അവരുടെ ഭൂമിയാവുള്ളൂ. അല്ലാതെ താൻ അനധികൃതമൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത്, പിന്നെ ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ അനുവദിക്കുകയാണ്. കുടിയിറക്കുന്നില്ല ഞാൻ. സർക്കാരും ഒക്കെ പറയുന്നത്, എല്ലാവരും രാഷ്ട്രീയക്കാരും പറയുന്നത് എന്താ? കുടിയിറക്കാൻ അനുവദിക്കില്ല. അതല്ലെങ്കിലും അവർ സ്വയം അനുവദിക്കില്ല. ആരാ അവരെ പോയി കുടിയിറക്കുന്നത്? കാരണം അവരുടെ ഭൂമിയാണല്ലോ അത്. അപ്പോൾ ഈ കുടിയിറക്കുന്നില്ല എന്നുള്ളതൊരു സൗജന്യമൊന്നുമല്ല. നിങ്ങൾക്ക് റവന്യൂ അവകാശങ്ങളുണ്ടോ? നമ്മളിപ്പോൾ നല്ല അടിയും നിറയും പഠിച്ച ആളാണെങ്കിൽ ഒരു വീട്ടിൽ കയറി നമ്മൾ താമസിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥൻ വിഷമിക്കും നമ്മളെ ഇറക്കി വിടാൻ. വലിയ പ്രയാസമാണ് ഇറക്കി വിടാൻ. കാരണം നമ്മൾ അടിയിൽ നിന്ന് കഴിയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ സ്വാധീനമുണ്ട്, വക്കീലന്മാരുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പ്രബലനാണ് ഞാൻ ബബിതയുടെ പൂട്ടിക്കിടക്കുന്ന വീട് തുറന്നിട്ട് ഞാൻ കയറി താമസിക്കുന്നു. ബബിത എന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവർ പറയും, അല്ല ഇത് സിവിൽ കേസാണെന്ന്, നിങ്ങൾ കോടതി പൊക്കോ. സത്യത്തിൽ ക്രിമിനൽ തെമ്മാടിത്തരാണ്, ശുദ്ധ തെമ്മാടിത്തരാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. പക്ഷേ പോലീസ് പറയാനല്ല, പുള്ളിയുടെ എന്തോ കടലാസ് ഉണ്ടെന്നൊക്കെ അല്ലേ പറയുന്നത്, പുള്ളിക്ക് അവകാശമുള്ള വസ്തുവാണെന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. സിവിൽ കേസാണ്, അതിൽ പോലീസ് ഇടപെടില്ല. ബബിത കുടുങ്ങി. അപ്പോൾ ഇങ്ങനെ താമസിക്കുന്ന ആളിനെ കുടിയിറക്കില്ല എന്ന് പറയുന്നത് ഒരു സൗജന്യമൊന്നുമല്ല. നിങ്ങൾ മുനമ്പത്തുകാരുടെ ഭൂമിക്ക് സകലവിധ റവന്യൂ അവകാശങ്ങളും കൊടുത്ത് സെറ്റ് ചെയ്യണം. ഇനി ഈ ഭേദഗതി വന്നതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഭേദഗതി പ്രോസ്പെക്റ്റീവ് അല്ലേ. ഇനിയുള്ള വഖഫ് ഡീലിങ്സിനൊക്കെ ഈ ഭേദഗതി ആയിരിക്കും ബാധകം. ഇതിനു മുമ്പ് നടന്നതിന് ഭേദഗതി ബാധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭേദഗതി മുനമ്പത്തിനൊരു പരിഹാരമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നിയമവിദഗ്ധന്മാർ അവർക്കൊരിക്കലും ഇനി മുന്നോട്ട് പോണ ഇപ്പം നിയമം മാറ്റിയാൽ തന്നെ നമുക്ക് ഈ റവന്യൂ അധികാരങ്ങളെല്ലാം ഇവർക്ക് മുൻപത്തെ ജനങ്ങൾക്ക് കിട്ടത്തേയില്ലേ? കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെ കൊടുക്കാൻ പറ്റും? ബാക്ക് ഡേറ്റ് ഇട്ടൊരു സിവിൽ പ്രൊസീജിയർ നടക്കില്ലല്ലോ. ഒരു നിയമം വരുമ്പോൾ ഇന്നൊരു നിയമം നിലവിൽ വന്നു, ഇന്നു മുതലാണ് അത് നിലവിൽ വരുന്നത്.
ഇന്നലെ നടന്ന ഒരു ഡീലിന് അത് ബാധകമാകുന്നത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നില്ല. അതിന് എങ്ങനെയാണ് അവർ ചെയ്യാൻ പോകുന്നത്. ബട്ട് എല്ലാവരും പറയുന്നു വഖഫ് നിയമ ഭേദഗതി വന്നു കഴിഞ്ഞാൽ മുനമ്പത്തുകാർക്ക് ആശ്വാസമാകുമെന്നൊക്കെ പറയും. ആശ്വാസമായിക്കോട്ടെ, ഞാനിത് വെറുതെ പ്രൈമ ഫേസി പറഞ്ഞാണ്. കാരണം ബില്ലിപ്പോഴും ലോക്സഭയിൽ ടേബിളിൽ വെച്ചിട്ടില്ല. ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണരൂപം നമുക്ക് മനസ്സിലാവുള്ളൂ. അതുവരെയൊക്കെ ഈ PRS ലെജിസ്ലേറ്റീവ് ഇവരെന്നൊക്കെ പറയുന്ന ചില പ്രൈവറ്റ് വെബ്സൈറ്റിലൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത്. അവരെയൊക്കെ എത്ര കണ്ട് വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല. പാർലമെൻറ്റിൽ വയ്ക്കുന്ന ബില്ല് ഈ JPCയുടെ ചർച്ച കഴിഞ്ഞ് എന്തൊക്കെ ഭേദഗതി വന്നിട്ടുണ്ട്, എങ്ങനെയുണ്ട് എന്നുള്ളത് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ അത് പബ്ലിക് പ്രോപ്പർട്ടിയായി പിന്നെ നമുക്ക് ആക്സസ് ചെയ്യാം. അതുവരെ അതിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്നുള്ളത് മുഴുവൻ സ്പെക്കുലേഷനാണ്. ആളുകൾ ബഹളം വയ്ക്കുന്നത് ഈ പറഞ്ഞ KCBC പറയുന്നത് അതേ, മറ്റേ ഇമാം പറയുന്നത് അതേ, എല്ലാം സ്പെക്കുലേഷൻ തലത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. സോ അത് വരട്ടെ, വന്നിട്ട് നമുക്ക് നോക്കാം. ഈ ഈദ് ദിനത്തിൽ എന്തായാലും വീണ്ടും വഖഫ് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ആണ്, നിർഭാഗ്യവശാൽ ആണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.